ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷിബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും ക്യാരറ്റും മിക്സിയിൽ ഒന്ന് കറക്കി സോസ് പാനിൽ തയ്യാറാക്കിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഓവനോ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത റവയാണുണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 2 ഏലക്കയുടെ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിയാണെങ്കിൽ ലാസ്റ്റ് ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് മൂന്നും കൂടെ ജസ്റ്റ് ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇതിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ ഈ വലിപ്പത്തിലുള്ള 1 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇനി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ക്യാരറ്റ് ഇവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ക്യാരറ്റും കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് നല്ല സ്മൂത്തായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഫുള്ളായിട്ടും ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഈ കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ റവയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് സോഫ്റ്റായി കിട്ടും. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ റവയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. റവയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഞാനിവിടെ 1/4 കപ്പ് ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്ന് കട്ടായി പോയതാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം ഈ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇതുപോലുള്ള ഒരു സോസ് പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ടിന്നിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഈ സോസ് പാനിൽ ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു പഴയ പാൻ വെച്ച് അതൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇനി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം വേണം ഈ റെഡിയാക്കിയെടുക്കുന്ന പാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാറ്റർ ഫുള്ളായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ക്യാരറ്റ് വെച്ചതിന് ശേഷം കുറച്ച് കാഷ്നട്ടും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം.
ഇതിവിടെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 25 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതിൻ്റെ അടപ്പിൽ ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ ഒരു പേപ്പർ എന്തെങ്കിലും കൊണ്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കേണ്ടതാണ്. ഇനി ഒരു 25 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ ബേക്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്, ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കേക്ക് ഇവിടെ നന്നായിട്ട് ഇനി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആ പാനിൽ നിന്നും ഇളകിപ്പോരും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റി നല്ല സോഫ്റ്റുമായിട്ടുള്ള ക്യാരറ്റ് കേക്കാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റവയും ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാ പേരും ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.